പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന മറൈൻ പ്രോഡക്ട്സ് ആൻഡ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി കൊച്ചിയിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സിസ്റ്റം അനലിസ്റ്റ് എന്ന് പറയുന്ന വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 20/7/2026 ലാസ്റ്റ് ഡേറ്റ്. ഫസ്റ്റ് വന്നിരിക്കുന്ന പോസ്റ്റ് സിസ്റ്റം അനലിസ്റ്റ് ഒരു വേക്കൻസിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. സോ ഇത് നോക്കുകയാണെങ്കിൽ 56,000 മുതലായിരിക്കും നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് സാലറി എന്ന് ഓർത്തിരിക്കുക. സോ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ് ഇൻ മാസ്റ്റർ ഡിഗ്രി ആണ്. ആ മാസ്റ്റർ ഡിഗ്രി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ലൈക്ക് MCA അല്ലെങ്കിൽ MTech ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. വിത്ത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ് ഓർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നുണ്ട്. സോ 40 വയസ്സ് കൂടാൻ പാടില്ലെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 300 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. SC ST അതുപോലെ തന്നെ എക്സ് സർവീസ് മാൻ വുമൺ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കി വരുന്ന കാൻഡിഡേറ്റ്സിന് 300 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് 20 ജൂലൈ 2026 ആണെന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഓൺലൈൻ ത്രൂ അപ്ലൈ ചെയ്തതിനു ശേഷം പ്രിൻ്റ് ഔട്ട് ഓഫ് ദ ആപ്ലിക്കേഷൻ ആൻഡ് അതർ ഡോക്യുമെൻറ്റ് ഷുഡ് ബി റീച്ച് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ MPEDA by 24th ജൂലൈ. സോ ലാസ്റ്റ് ഡേറ്റ് ഓൺലൈൻ്റെ ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് 20 ദെൻ അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ എന്തൊക്കെ കോപ്പീസാണോ അറ്റാച്ച് ചെയ്തതെല്ലാം കൂടെ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന 24 ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത്. അത് ഈ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 24 സോ 24 അവിടെ റീച്ച് ചെയ്യണമെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അല്ലാത്ത പക്ഷം അത് റിജക്റ്റ് ആക്കുമെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കോമൺ റിട്ടേൺ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും കൊച്ചി വെച്ചിട്ട്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളെ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് ഓർത്തിരിക്കാം. സോ ഇൻ്റർവ്യൂ ടൈമിൽ നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റിനെ അവർ നിങ്ങൾ എന്താണോ മെയിൽ ID കൊടുക്കുന്നത് ആ പ്രോപ്പർ മെയിൽ ID ത്രൂ അവർ ഇൻറ്റിമേഷൻ ചെയ്യുന്നു അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ കാൻഡിഡേറ്റ് ഷോർട്ട് ലിസ്റ്റ് ഫോർ ഇൻ്റർവ്യൂ ആൻഡ് ഇൻട്രാക്ഷൻ വിൽ ബി ഇൻഫോംഡ് ബൈ ഇമെയിൽ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സോ ഇതാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സർട്ടിഫിക്കേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ചെക്ക് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ MPEDA വെബ്സൈറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. താങ്ക് യു.